എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഹാവ് ഉപയോഗിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില സ്ഥലത്ത് ഡോണ്ട് ഹാവ് എന്ന് പറയും, എന്നാൽ മറ്റു ചില സ്ഥലത്ത് ഹാവ് നോട്ട് എന്ന് പറയും. ഇത് മാത്രമല്ല, വേറെ ചില സമയത്ത് ഹാവ് നോ എന്നും പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഈ 3 പേരെ കൊണ്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. കാരണം ഇവയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം, അതുപോലെ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇവ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഗ്രാമറിൻ്റെ ഭാഷ അധികം ഉപയോഗിക്കാതെ വളരെ ലളിതമായിട്ടാണ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയത് കാരണം അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് അതെന്നെ അറിയിക്കുമല്ലോ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹാവ് എന്നുള്ള വാക്ക് 2 രീതികളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിൽ ആദ്യത്തെ ഉപയോഗം എന്താണെന്നറിയാമോ? നമുക്ക് പറയണമെന്നിരിക്കട്ടെ, എൻ്റെ പക്കൽ ഇന്നതുണ്ട്, അല്ലെങ്കിൽ കൈവശമുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ട് എന്നൊക്കെ. ഉദാഹരണത്തിന്, എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട് എന്ന് പറയണമെന്നിരിക്കട്ടെ. നമ്മൾ പറയും ഐ ഹാവ് എ പെൻ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഹാവ് ഉപയോഗിച്ചു. ഐ ഹാവ് എ പെൻ. ഇത് തന്നെ നെഗറ്റീവായിട്ട് എൻ്റെ കയ്യിൽ പേന ഇല്ല എന്ന് പറയണമെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐയുടെയും ഹാവിൻ്റെയും ഇടയ്ക്ക് ഡു നോട്ട് എന്ന് ചേർക്കണം. അപ്പോൾ എങ്ങനെ പറയും? ഐ ഡു നോട്ട് ഹാവ് എ പെൻ. അല്ലെങ്കിൽ പറയാം ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഒരു കാര്യം മനസ്സിലാക്കണേ, ഐ ഡു നോട്ട് ഹാവ് എ പെൻ എന്നുള്ളത് ചുരുക്കി പറയുന്നതാണ് ഐ ഡോണ്ട് ഹാവ് എന്ന്. അതായത് ഡു നോട്ട് തന്നെയാണ് ഡോണ്ട്. സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡോണ്ട് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ പേന ഇല്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എ പെൻ. മനസ്സിലായല്ലോ? അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ട് എന്നും എൻ്റെ കയ്യിൽ ബുക്ക് ഇല്ല എന്നും എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ ബുക്ക്, ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്. ഓക്കെ. ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ ഒരുപാട് മറ്റ് ജോലികളുണ്ട്, അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ല, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരണം എന്ന് ഭാര്യ ഭർത്താവിനെ വിളിച്ചെങ്ങനെയാ പറയുക? കുക്ക് ചെയ്യാൻ എനിക്ക് സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക്. ക്യാൻ യു പ്ലീസ് ബ്രിങ് ഫുഡ് പാഴ്സൽ ടുനൈറ്റ്? ശ്രദ്ധിച്ചല്ലോ, ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, വീണ്ടും പറയാം. ഐ ഡോണ്ട് ഹാവ് എ പെൻ, എൻ്റെ കയ്യിൽ പേനയില്ല. ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്, എൻ്റെ കയ്യിൽ ബുക്കില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ഇന്നതില്ല. എന്തില്ല? പേനയില്ല, ബുക്കില്ല, സമയമില്ല. ഇത്രയും ക്ലിയർ ആയല്ലോ? ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മൾ ഐക്ക് പകരം ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരുപയോഗിച്ചാൽ ഇവയുടെ കൂടെ ഡോണ്ട് അല്ല ഡസിൻറ്റ് ആണ് വരുന്നത്. ഉദാഹരണത്തിന്, അയാളുടെ കയ്യിൽ പേനയില്ലെന്ന് പറയാനായിട്ട് നമ്മൾ പറയും ഹി ഡസിൻറ്റ് ഹാവ് എ പെൻ, ഹി ഡോണ്ട് ഹാവ് എ പെൻ എന്ന് പറയത്തില്ല. അതുപോലെ ബാബുവിന് സമയമില്ല എന്ന് പറയാനായിട്ട് നമുക്ക് പറയാം ബാബു ഡസിൻറ്റ് ഹാവ് ടൈം. ക്ലിയർ ആയല്ലോ? ഇനി ഹാവിൻ്റെ അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. ഉദാഹരണത്തിലൂടെ നോക്കാം. ഞാൻ ആ പേന എടുത്തിട്ടുണ്ട് എന്നെങ്ങനെ പറയും? എടുക്കുന്നതിനുള്ള വാക്കാണ് ടേക്ക്. ഐ ഹാവ് ടേക്കൺ ദാറ്റ് പെൻ. ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മൾ ഹാവ് ഉപയോഗിക്കുമ്പം എപ്പോഴും നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ വാക്കിൻ്റെ 3rd ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ എക്സാമ്പിളിൽ ടേക്ക് എന്നുള്ള ക്രിയയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടേക്ക് എന്നുള്ള ക്രിയയുടെ 3 രൂപങ്ങളാണ് ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പോൾ 3rd ഫോം ആയിട്ടുള്ള ടേക്കൺ ആണ് ഇവിടെ ഹാവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ടേക്കൺ ദാറ്റ് പെൻ, ഐ ഹാവ് ടേക്കൺ ദാറ്റ് പെൻ. ഇനി ഇത് നെഗറ്റീവായിട്ട് പറയണം, ഞാൻ ആ പേന എടുത്തിട്ടില്ല എന്ന്. ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് നോട്ട് ടേക്കൺ ദാറ്റ് പെൻ, അല്ലെങ്കിൽ ഐ ഹാവിൻറ്റ് ടേക്കൺ ദാറ്റ് പെൻ. ഇവിടെയും ഹാവ് നോട്ട് എന്നുള്ളത് ചുരുക്കിയാണ് നമ്മൾ ഹാവിൻറ്റ് എന്ന സംസാരത്തിൽ പറയുക.
അപ്പം ഞാൻ ആ പേന എടുത്തിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് ടേക്കൺ ദാറ്റ് പെൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്നും ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടില്ല എന്നും എങ്ങനെ പറയും? നമ്മൾ നേരത്തെ കണ്ട പോലെ റൈറ്റിൻ്റെ 3 ഫോംസ് ആണ് റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇവിടെ തേർഡ് ഫോമായിട്ടുള്ള റിട്ടൺ ആണ് ഹാവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹാവ് റിട്ടൺ ഇൻ ദിസ് ബുക്ക്. ഐ ഹാവിൻറ്റ് റിട്ടൺ ഇൻ ദിസ് ബുക്ക്. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരണം എന്നാണെങ്കിലോ, ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. ഐ ഹാവിൻറ്റ് കുക്ക്ഡ് ഫുഡ്. ക്യാൻ യു പ്ലീസ് ബ്രിങ് ഫുഡ് പാഴ്സൽ ടുനൈറ്റ്? ശ്രദ്ധിച്ചല്ലോ, ഐ ഹാവിൻറ്റ് കുക്ക്ഡ് ഫുഡ്. അപ്പോൾ ഐ ഹാവിൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടില്ല എന്നാണ്. എന്ത് ചെയ്തിട്ടില്ല? ഞാൻ ആ പേന എടുത്തിട്ടില്ല. ഐ ഹാവിൻറ്റ് ടേക്കൺ ദാറ്റ് പെൻ. ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടില്ല. ഐ ഹാവിൻറ്റ് റിട്ടൺ ഇൻ ദിസ് ബുക്ക്. ഞാൻ പാചകം ചെയ്തിട്ടില്ല. ഐ ഹാവിൻറ്റ് കുക്ക്ഡ്. അതുപോലെ ഒരു കാര്യം കൂടി ഓർക്കണേ, ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് വരികയാണെങ്കിൽ ഹാവിൻ്റെ സ്ഥാനത്ത് ഹാസ് ആണ് വരാറുള്ളത്. ഉദാഹരണത്തിന് അയാൾ ആ പേന എടുത്തിട്ടില്ല എന്നെങ്ങനെ പറയും? ഹി ഹാസിൻറ്റ് ടേക്കൺ ദാറ്റ് പെൻ. ഹി ഹാവിൻറ്റ് അല്ല. അല്ലെങ്കിൽ ബാബു ഹാസിൻറ്റ് കുക്ക്ഡ് ഫുഡ്. ഓക്കെ. അപ്പോൾ ഡോണ്ട് ഹാവും ഹാവിൻ്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നതില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്നതില്ല എന്നാണ് അർത്ഥം. ഐ ഡോണ്ട് ഹാവ് എ പെൻ. എൻ്റെ കയ്യിൽ പേനയില്ല. എന്നാൽ ഹാവിൻറ്റ് എന്ന് പറഞ്ഞാലോ, ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല. ഐ ഹാവിൻറ്റ് ടേക്കൺ ദാറ്റ് പെൻ. ഞാൻ ആ പേന എടുത്തിട്ടില്ല. ഓക്കെ. അതുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഐ ഹാവ് നോ എന്നുള്ളത്. അതായത് എനിക്ക് ഒട്ടുമില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒട്ടുമേ ഇല്ല എന്ന് പറയാനായിട്ട്. ഐ ഹാവ് നോ ഫ്രണ്ട്സ്. എനിക്ക് സുഹൃത്തുക്കളേ ഇല്ല. ഐ ഹാവ് നോ മണി. എൻ്റെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ ഡോണ്ട് ഹാവ്, ഐ ഹാവിൻറ്റ്, ഐ ഹാവ് നോ ഇവയുടെയൊക്കെ ഉപയോഗം കണ്ടല്ലോ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ചോയ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ പൈസ സമ്പാദിച്ചിട്ടില്ല. ചോയ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 3. എൻ്റെ കയ്യിൽ ഒട്ടും പൈസയില്ല. എന്ത് വരും? അപ്പോൾ ഈ 3 സെൻറ്റൻസുകളും ശരിയായി എഴുതിയൊന്ന് കമൻറ്റിൽ ഇടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത് തന്നെ കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു അഗെയിൻ ആൻഡ് പ്ലീസ് സ്റ്റേ സേഫ്.